സമയം രാവിലെ 3 മണി. ആറ്റുകാല പൊങ്കാല ഇടാനായിട്ട് ഇറങ്ങുവാണ്. KSRTCയിലാണ് പോയത്. ബസ്സിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ സിറ്റിയിലോട്ട് എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കായി. തമ്പാനൂരുള്ള തിരക്കാണ് നിങ്ങളിപ്പോ കാണുന്നത്. അമ്പലത്തിനടുത്ത് തന്നെയാണ് അടുപ്പ് കൂട്ടിയത്. ഇനി പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. പയറുപൊടിയും അരിമാവും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് മണ്ടപ്പുറ്റിനാണ് അമ്മ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വയനയപ്പം ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കുഴച്ച് ഇലയിലൊക്കെ വെച്ച് ചുരുട്ടി സെറ്റ് ആക്കുവാണ് അമ്മ. ഒരുപാട് വർഷമായിട്ട് ഒരു വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. അമ്പലത്തിന് അടുത്ത് തന്നെയാണ്. ഇത്തവണ അവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേവിയെ തൊഴുവാനായിട്ട് പോയി. പോകുന്ന വഴിയിലൊക്കെ തിരക്കുണ്ടായിരുന്നു. കുട്ടികളൊക്കെ താലപ്പൊലി എടുക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. പൊങ്കാല ഇടാൻ വന്നാല് ദേവിയെ കണ്ട് തൊഴുവണം എന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും പൊങ്കാല അടുപ്പൊക്കെ ഒരുക്കിയിട്ട് തീ കൊളുത്താനായിട്ട് കാത്തിരിക്കുവാണ്. അടുപ്പിൽ തീ കൊളുത്തിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. വെള്ളം തിളയ്ക്കുമ്പോൾ കഴുകി വൃത്തിയാക്കിയ അരി വാഴയില കീറിലെടുത്ത് 3 തവണ അടുപ്പിൽ ചുറ്റിയിട്ടാണ് പൊങ്കാല കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൺകലത്തിൽ വെച്ച പൊങ്കാലയാണ് ആദ്യമേ തിളച്ചു തൂകിയത്. തിളച്ച് തൂകിക്കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ, ശർക്കര, നെയ്യ്, ഏലക്കാപ്പൊടി, പഴമൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാവരും പൊങ്കാലയൊക്കെ ഇട്ടിട്ട് നിവേദിക്കാനായിട്ട് കാത്തിരിക്കുവാണ്. പൊങ്കാല നിവേദ്യം കഴിഞ്ഞു തിരിച്ചു പോവാണ്. അടുത്ത വർഷവും വരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന മാത്രം.